ഇനിയൊരു യുഗ്മ കവിത ചൊല്ലാൻ എത്തുന്നു സാന്ദ്രയും അനഘലക്ഷ്മിയും. അനഘലക്ഷ്മി, സാന്ദ്ര, ഇന്ന് ഏത് കവിതയാണ് നിങ്ങൾ ചൊല്ലുന്നത്? ഞങ്ങൾ എടപ്പള്ളി രാഘവൻ പിള്ളയുടെ കാമുകൻ. കാമുകൻ, അത് പറയുമ്പോൾ ഒരു ചെറിയ നാണമൊക്കെ ഉണ്ട് അനഘലക്ഷ്മിക്ക്. കാമുകൻ ആരാണെന്ന് നിങ്ങളുടെ വേഷവിധാനത്തിൽ നിന്നും മനസ്സിലാവും. എന്തായാലും ഈ യുഗ്മ കവിത വളരെ തനിമയോടുകൂടി തന്നെ ചൊല്ലാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനൊരു കാർമുകിലായാൽ നീ എന്തു ചെയ്യും? ജ്ഞാനത്തിൻ മധ്യത്തിൽ വൈദ്യുതവല്ലിയായി വാനിൽ വളരൊളി വീശി വെൺമണൽ തിട്ടായി ഞാൻ തീർന്നെന്നാലോ കൺമണി കാനന ചോലയിൽ ചേരുന്ന വെൺമണൽ തിട്ടായി ഞാൻ തീർന്നെന്നാലോ ആ മൺതരികളെ കോൾമയിർ കൊള്ളിക്കും ഹേമന്ത ചന്ദ്രികയായിടും ഞാൻ. ആ മൺതരികളെ കോൾമയിർ കൊള്ളിക്കും ഹേമന്ത ചന്ദ്രികയായിടും ഞാൻ. തങ്കം ഞാൻ മൂകമാം വേടും വായൂഴി തന്നംഗത്തിലെങ്ങാൻ ഇറങ്ങിയാലോ? തങ്കം ഞാൻ മൂകമാം വേണു വായൂഴി തൻ അംഗത്തിലെങ്ങാൻ ഇറങ്ങിയാലോ? ഹാ നാഥ, ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. ഹാ നാഥ, ഹാ നാഥ, ഞാനിളം പുല്ലായതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. സാന്ദ്ര, അനഘലക്ഷ്മി, പ്രണയാർദ്രമായൊരു ആലാപനം അല്ലേ? കൊച്ചു കുട്ടികളാണെങ്കിലും എന്ത് രസമായിട്ടാണ് നിങ്ങൾ ഈ കവിത ചൊല്ലിയത്. ആ പ്രേമത്തിടമ്പേ എന്നൊക്കെ പറയുമ്പോൾ അനഘലക്ഷ്മിയുടെ ഒരു നാണമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്തായാലും നമ്മുടെ വിധികർത്താക്കൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ ഈ ആലാപനത്തെ എന്ന് നമുക്ക് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ, എന്താ പറയാ, ഗംഭീരമായി. അതൊന്നും പറയുന്നില്ല. കാലാതിവർത്തിയായ ദേശാതിവർത്തിയായ പ്രണയത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾ ആലാപനം കൊണ്ടും ഭാവഹാവാദികൾ കൊണ്ടും ഇവിടെ സൃഷ്ടിച്ചു. ഇത് കാലത്തിന് തോൽപ്പിക്കാനാവാത്തൊരു പ്രണയത്തിൻ്റെ പൂങ്കാവനമായി തീർന്നു.
ഈ സ്ഥലം, മാമ്പഴത്തിൻ്റെ ഈ വേദി. ഇടപ്പള്ളി അത്ഭുതകരമായൊരു പ്രണയാന്തരീക്ഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാമക ആനന്ദമേ എന്നാണ് വിളിക്കുന്നത്, പ്രേമത്തിടമ്പേ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഇതൊക്കെയാണ് പിന്നീട് മലയാള സിനിമാ ഗാനങ്ങളിൽ പ്രേമ സർവസ്വമേ എന്നൊക്കെ വയലാർ വിളിക്കുന്നുണ്ട്. പ്രേമ ഭിക്ഷുകി, ഇങ്ങനെയുള്ള സംബോധനകളൊക്കെ, ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ, ഇഷ്ടമല്ലടാ ഇഷ്ടമാണെടാ എന്നൊക്കെ പോലുള്ള പാട്ടുകൾ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ് അനശ്വര പ്രണയത്തിൻ്റെ. ഞാൻ ഒരു മൂകമാം വേണുവായിട്ട് ഭൂമിയുടെ അംഗത്തിലേക്ക് ആഴ്ന്നു പോയാൽ, അല്ലേ, ഞാൻ ഇളം പുല്ലായി അതിന്മീതെ ആനമിച്ചെന്നും പൊഴിക്കും അശ്രു. ആ വല്ലാത്തൊരു പ്രണയത്തിൻ്റെ അശ്രു ഉണ്ടല്ലോ. അത് പ്രണയത്തിൻ്റെ മാത്രമല്ല, മരണത്തിൻ്റെ കൂടിയാണ് ഇടപ്പള്ളിക്ക്. പ്രണയം മരണം പോലെ ആയിത്തീരുന്ന അത്ര അഗാധമാണ് ഇടപ്പള്ളിക്ക് ഈ പ്രണയാന്തരീക്ഷം. അതിൻ്റെ എല്ലാം നന്നായി തന്നെ ചെയ്തു. ദേവദാരുവിന് വനജ്യോത്സ്ന പോലെ, മേഘത്തിന് ഇടിമിന്നൽ പോലെ, സാർവലൗകികവും ലോകജീവിതത്തെ അതിശയിക്കുന്നതുമായ അത്ഭുത പ്രണയത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ സാക്ഷാത്കാരം നടത്തിയതിന്, ഈ പ്രായത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചതിന് വാക്കുകളാൽ അഭിനന്ദിക്കാൻ പറ്റില്ല. അമോവാകം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായിരുന്നു കേട്ടോ. രണ്ടുപേരും ധാരാളം മുടിയുള്ള മൈക്കൽ ജാക്സൺ കാമുകനും തികച്ച് മലയാളി കാമുകിയും. കൊള്ളാം, ഏറ്റവും നന്നായിട്ടുണ്ട്. കോട്ടൊക്കെ ഇട്ട് മാമക ആനന്ദമേ എന്നൊക്കെ കാമുകം വിളിക്കുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്. മോളും സാന്ദ്ര അല്ലേ? സാന്ദ്ര മനോഹരമായിട്ട് പിന്നെ ചൊല്ലി. രണ്ടാളും, സാന്ദ്രയും അനഘലക്ഷ്മിയാണ് കുറച്ചുകൂടെ ഭാവം കൂടുതൽ ഉള്ള, അതായത് ആ ഒരു പ്രണയിനിയുടേതായ എല്ലാ വൈകാരികതയും ഉണ്ടായിരുന്നത് അനഘലക്ഷ്മിക്കാണ്. ശബ്ദത്തിലും അതുണ്ട്. പിന്നെ സാന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ അവസാനത്തിൽ നല്ല പ്രണയാതുരമായി വന്നിട്ട് ചിലപ്പോൾ ഒരു വിരഹമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ വരികൾ വരുമ്പോൾ നിങ്ങളുടെ പിന്നെ ശരീരഭാഷയിൽ തന്നെ അത് നന്നായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. വളരെ മനോഹരമായി തോന്നി കേട്ടോ. പ്രണനായകാന്ന് പറയുമല്ലോ അല്ലേ? അത് അവർ രണ്ടുപേരും യുഗ്മ കവികളുമായിരുന്നു. നിങ്ങൾ ഈ യുഗ്മ കവിതയായിട്ട് ഇടപ്പള്ളി എടുക്കുമ്പോൾ ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും ഏതാണ്ട് ഒരേ തരത്തിൽ ഈ പറഞ്ഞ പോലെ മനസ്സുണ്ടായിരുന്ന യുഗ്മ കവികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ ചിന്തകളുണ്ടായിരുന്ന, പ്രണയത്തെ സംബന്ധിച്ച ഒരു ഭാവം നിലനിർത്തിയിരുന്ന. അപ്പോൾ ആ രണ്ട് കവികളും മലയാള സിനിമയിലെ ഗാനരചയിതാക്കളായി മാറിയിരുന്നു എങ്കിൽ മലയാള സിനിമാ ഗാന ശാഖ എത്രമാത്രം ഇപ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ സമ്പുഷ്ടമാകുമായിരുന്നു എന്ന് ഈ വരികളും ഇപ്പോൾ നമ്മൾ സിനിമയിലൂടെ കേൾക്കുന്ന ചങ്ങമ്പുഴയുടെ വരികളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രണയം, ഒരു മരണരതി എപ്പോഴും കവിതയിൽ സൂക്ഷിച്ചിരുന്ന ആളാണല്ലോ ഇടപ്പള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരിയിൽ അദ്ദേഹം ഈ ഓടക്കുഴലായി ഞാൻ അറിയാതെ അങ്ങ് പോയാൽ നീ എന്ത് ചെയ്യുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനിയും വാലന്റൈൻസ് ദിനങ്ങൾ ആഘോഷിക്കരുത്. നിങ്ങൾ ഇടപ്പള്ളിയുടെ മരണദിനത്തെ ഉദാത്തമായ നിങ്ങളുടെ പ്രണയ ദിനമാക്കി മാറ്റണം കേട്ടോ. മാമ്പഴം അതിനൊരു ഒരു എന്താകട്ടെ, ഒരു നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിമനോഹരമായ ചൊൽക്കാഴ്ചയായിരുന്നു നിങ്ങളുടെ ഈ കവിത. ആശംസകൾ. നന്ദി സർ. സാന്ദ്ര, വേഷത്തിലല്ലെങ്കിലും ഇത്രയും സ്നേഹമുള്ളൊരു കാമുകനെ ലഭിക്കണമെന്ന ആഗ്രഹം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും അല്ലെ? അത്ര സ്നേഹത്തോടെയാണ് കാമുകിയെ ചേർത്ത് പിടിച്ചത്, പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിൽ. അതിൻ്റെ ആഴവും തീവ്രതയും ഒക്കെ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചു. എത്ര മാർക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്കും അനഘലക്ഷ്മിക്കും എനിക്കിപ്പോൾ തരാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മാർക്ക് 50-ൽ 49 വീതം. നന്ദി സർ. മുരുകൻ സർ. എല്ലാവരെയും വീണ്ടും പ്രണയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രകടനം നടത്തി രണ്ടാളും. അതുകൊണ്ട് ഒരേ മാർക്കേ തരാൻ കഴിയുള്ളൂ. രണ്ടാളിനും 49. നന്ദി സർ. അനഘലക്ഷ്മിക്കും സാന്ദ്രയ്ക്കും പ്രണയാർദ്രമായ ഈ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 100-ൽ 98 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ.